വീട്ടിൽ ചിക്കനും ബീഫും ഒന്നുമില്ലാത്ത സമയത്ത് നമുക്കൊരു കട്ട്ലേറ്റൊക്കെ കഴിക്കാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ 3 അല്ലെങ്കിൽ 4 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 തണ്ട് കറിവേപ്പിനും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണേ. ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരണേ. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചച്ചുവക്ക് ഒന്ന് പോകുന്ന വരെ കുറച്ച് ടൈം ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. അങ്ങനെ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ. നമ്മളെ കട്ട്ലേറ്റിന് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു യെല്ലോ പോർഷനും ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഉണ്ടാവും. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ടെടുത്താൽ പിന്നെ അതിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടിയുടെ അടുത്ത് കണ്ട് മല്ലിയിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഓൾറെഡി നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് വഴറ്റിയിട്ടെടുത്താണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ പിന്നെ അത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ, ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ള ഷേപ്പ് ചെയ്തെടുക്കലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ടിലാണെങ്കിൽ റൗണ്ടിലോ ഓവൽ ഷേപ്പോ ഏത് ഷേപ്പോ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഓവൽ ഷേപ്പ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് അതിൽ നിന്നൊരു പോർഷൻ എടുത്തിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്നങ്ങ് പരത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നിങ്ങനെ ഓവൽ ഷേപ്പ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ ഓവൽ ഷേപ്പാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് അല്ലേ. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ, ഇത്രയും മതി. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഓവൽ ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു മിക്സ് വെച്ചിട്ട് ഞാനിവിടെ ഒരു 6 കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലായിട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതുപോലെ തന്നെ ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കോഴിമുട്ടയിൽ ഈ ഒരു കട്ട്ലേറ്റ് ഇതുപോലെ അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ആ ഒരു മുട്ടയിൽ അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൽ ആ ഒരു ബ്രെഡ് ക്രംസ് നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. അതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിപ്പിക്കണേ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്നങ്ങ് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോന്നിട്ടിട്ട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 3 ഒക്കെ ഇട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഓരോന്നാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കാനും പിന്നെ പൊട്ടി പോകുന്നുള്ള പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ താഴ്ഭാഗം ഇങ്ങനെ സെറ്റായിട്ട് വന്നാൽ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങ് 2 സൈഡും തിരിച്ചും മറിച്ചും ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്നങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിലാവുമ്പോൾ നമുക്ക് കോരിയിട്ട് അങ്ങ് എടുക്കാം. അപ്പോൾ നമ്മളെ കട്ട്ലേറ്റ് ഒന്നിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള എഗ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കനും ബീഫൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.